വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് മലയാളം LKG ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന മലയാളത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചിത്രം നോക്കി പേര് പറയുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് പിക്ചേഴ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പിക്ചേഴ്സ് നോക്കിയിട്ട് അവരത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ എന്റെ മോളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോ അതിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അവര് പറയണം. ഇഞ്ചി, ഇഡലി, അമ്മ, ആപ്പിൾ, ആമ്പൽ, ആന, അച്ഛൻ, ആമ, ഇല. അപ്പൊ ഇങ്ങനെ പിക്ചേഴ്സ് കാണിക്കുമ്പോൾ ആ പിക്ചേഴ്സ് അവരെന്താന്ന് കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക. ആ ആയിലേക്കും ആ ആയിലേക്ക് ഈ ഈയിലേക്ക് ഈ ഈയിലേക്ക് ഊയിലേക്ക് അങ്ങനെ സെയിം അക്ഷരത്തിലേക്ക് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് ചേരുംപടി ചേർക്കുക. ഓക്കെ, ചേരുംപടി ചേർക്കുക എന്ന് വെച്ചാൽ സെയിം പിക്ചേഴ്സ് തന്നെയായിരിക്കും. അത് അവർ അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതേ കണ്ടോ, അമ്മ അമ്മയിലേക്ക് മാച്ച് ചെയ്യണം, അമ്മൂന അമ്മൂന്റെയിലേക്ക്, അപ്പൂപ്പൻ, അച്ഛൻ, അങ്ങനെ സെയിം പിക്ചറിലോട്ട് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ എന്താണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം. ചിലപ്പോ ഇതുപോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സെയിം പിക്ചറിലേക്ക് ഈന്തപ്പന, ഈച്ച, ഈറ, ഈന്തപ്പഴം. അപ്പൊ സെയിം പിക്ചർ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തതെന്ന് പറയുന്നത് ഒരു പാട്ട് പാടുക. അവരെ കുറെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ പാട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട് അവര് പാടണം. അടുത്തത് അക്ഷരത്തിന് നിറം കൊടുക്കുക. ഇതില് എന്ന അക്ഷരം കണ്ടുപിടിച്ചിട്ട് അതിന് നിറം കൊടുക്കണം. ഓക്കെ, ചിലപ്പോ വേറെ അക്ഷരമായിരിക്കും ചോദിക്കണത്. ആ അക്ഷരത്തിന് അപ്പൊ അവര് കളർ കൊടുക്കണം. അടുത്തത് താഴെ പറയുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ പറയുക. കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ടീച്ചർ ചോദിക്കും ഇത് വെച്ച് അക്ഷരം വാക്ക് പറയാൻ. അപ്പൊ അവര് വാക്കുകൾ പറയണം. അപ്പൊ അവർ ആ തൊട്ട് വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ തൊട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ ഓരോ വാക്കുകൾ വീതം പഠിപ്പിക്കണം. ഊ വെച്ചാണെങ്കിൽ എന്താണ് ഉത്ത്, വെച്ച് ഋഷി, ഈ വെച്ച് ഈച്ച, ഊ വെച്ച് ഉറി, ആ വെച്ച് ആന. ഓക്കെ, അങ്ങനെ ഓരോ വാക്കുകൾ അവരെ കൊണ്ട് പഠിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് അവർ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അത് പഠിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇടാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ പിക്ചേഴ്സിന്റെ ആദ്യത്തെ അക്ഷരം അവര് മാച്ച് ചെയ്യണം. ആപ്പിൾ ആണെങ്കിൽ ആയിലേക്ക് മാച്ച് ചെയ്യണം, ഇല ഈയിലേക്ക്, ഈറ ഈയിലേക്ക്, ഉറുമ്പ് ഊയിലേക്ക്. ഇങ്ങനെ അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. അതിനാദ്യം അവർക്ക് ആ പിക്ചർ കണ്ട മനസ്സിലാവണം. എന്നാലാണ് അവരത് ചെയ്യത്തുള്ളൂ. ഇനി ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നിങ്ങളുടെ ടെക്സ്റ്റില് ആ വെച്ച് ഇതുപോലെ പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ വെച്ച് എല്ലാ അക്ഷരങ്ങളും വെച്ച് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താരാട്ട് പാടി ഉറക്കുന്നത് ആര്? താരാട്ട് പാടി ഉറക്കുന്നത് ആരാ? അമ്മ. അടുത്തത് കരയിലെ ഏറ്റവും വലിയ ജീവി ആന. പാല് തരുന്ന ജീവി ആട്. അടുത്തത് ഇലയുടെ നിറം എന്ത്? പച്ച. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തത് ഈന്തപ്പഴത്തിന്റെ രുചി എന്ത്? മധുരം. മുറമുണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഈറ. അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ഉറിയിൽ തൂങ്ങിയത്? പൂച്ച. ഊഞ്ഞാൽ കെട്ടിയത് ആരാണ്? അച്ഛൻ. ആരാണ് ഊഞ്ഞാലിൽ ആടിയത്? അമ്മു. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നാമം ജപിക്കുന്നത് ആര്? ഋഷി. വണ്ടി വലിക്കുന്നത് ആര്? ഋഷഭം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കുട്ടികളുടെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ നമ്പേഴ്സ്. നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാം. അപ്പോ ഏതാണ്? 1 2 3 4 5. അത് അവര് ജസ്റ്റ് ഓർഡർ ആയിട്ട് എടുത്ത് എഴുതി കൊടുത്താൽ മതി. അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സ് 1 to 5. 1 to 5 വരെ എഴുതുക. അവരെ 10 വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ 5 വരെ ചോദിക്കും, അല്ലെങ്കിൽ 10 വരെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എത്ര വരെയാണ് ചോദിക്കുന്നത് അത് അവര് എഴുതണം. ഒന്നല്ലെങ്കിൽ 10, അല്ലെങ്കിൽ 10 താഴെ 5 അത്രയായിട്ടേ ചോദിക്കുള്ളൂ. അതിൽ കൂടുതൽ ചോദിക്കത്തില്ല. അടുത്തത് മാച്ച് ദ ഒബ്ജക്ട്സ് വിത്ത് കറക്റ്റ് നമ്പർ. അപ്പൊ അത് അവര് എണ്ണിയിട്ട് കറക്റ്റ് നമ്പറിലോട്ട് മാച്ച് ചെയ്യണം. ഏതാണ്? 1
2 3 3യിലേക്ക് മാച്ച് ചെയ്യണം. 1 2 2യിലേക്ക് മാച്ച് ചെയ്യണം. 1. അപ്പൊ അത് അവര് കറക്റ്റ് ആയിട്ട് എണ്ണി ആ നമ്പറിലോട്ട് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് മാച്ച് ദ ഫോളോവിങ്. സെയിം നമ്പറിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ. 1 1ലേക്ക്, 2 2യിലേക്ക്, 3 3യിലേക്ക്, 4 4ലേക്ക്, 5 5ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് ടിക്ക് ദ ബോക്സ് വിത്ത് 5 പെൻസ്. 5 പേനയുള്ള ബോക്സ് ടിക്ക് ചെയ്യാൻ. ഇതിൽ ഫസ്റ്റത്തേൽ 2 ഉള്ളോ, ഇതിൽ 5 ഉണ്ട്, ഇതിൽ 3 ഉള്ളോ. അപ്പൊ ഏതാണ് കറക്റ്റ്? ഇതാണല്ലേ കറക്റ്റ്. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ്. അത് കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ. 1 2 2 എഴുതാം. 1 2 3 3 എഴുതാം. 1 2 3 4 4 എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ. മിസ്സിംഗ് നമ്പർ റൈറ്റ് ചെയ്യാം, എഴുതാൻ. അപ്പൊ 1 2 3 4 5 6 7 8 9 10 അത് മിസ് ആയിട്ടുള്ളത് എഴുതി കൊടുക്കാം. അടുത്തത് കളർ ബൈ നമ്പർ. നമ്പർ ബേസ് ചെയ്ത് കളർ ചെയ്യാം. അപ്പോ 3 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1 2 3. അപ്പൊ ഈ 3 കളർ കൊടുക്കാൻ. അടുത്തത് 1. അടുത്തത് 4. 4 കളർ കൊടുക്കാൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണതാണ്, കാരണം ഇതിനു മുമ്പും ഞാൻ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോ ആ സെയിം മോഡൽ ഞാൻ മാറ്റി പറയുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ ദ ബിഗ് വൺ. ഇതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ളതിന് കളർ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഒരു ക്രയോൺസ് എന്തായാലും കൊണ്ടുപോകണം. ക്രയോൺസ് വെച്ചായിരിക്കും കളർ ചെയ്യണം. ഞാൻ ഇപ്പോൾ ചെറിയ മോഡൽ കാണിച്ചു തന്നുള്ളൂ. അടുത്തത് കളർ ദ സ്ക്വയർ. സ്ക്വയറിന് കളർ കൊടുക്കാൻ. അപ്പൊ സ്ക്വയർ ഏതാന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം, ബിഗ് ഏതാന്ന് അവര് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതൊക്കെ അവരെ പഠിപ്പിക്കണം. അപ്പോ കളർ ദ സ്ക്വയർ. സ്ക്വയറിന് കളർ കൊടുക്കാൻ പറയുമ്പോൾ സ്ക്വയറിന് കളർ അവർ കൊടുക്കണം. അടുത്തത് ഐഡന്റിഫൈ ദ ഷേപ്സ്. ഈ ഷേപ്സ് ഏതൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം. സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, സ്റ്റാർ. ഇതൊക്കെ എപ്പോഴും അവർക്ക് മാറിപ്പോണ ഷേപ്സ് ആണ്. കാരണം എന്റെ മോള് LKGയിലാണ് പഠിക്കണത്. അവൾക്ക് എപ്പോഴും മാറിപ്പോണ ഒരു കാര്യമാണ് ഈ ഷേപ്സ്. അപ്പൊ ഇത് അവരെ നല്ല തറവായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അടുത്തത് മാച്ച് സെയിം ഷേപ്പ്. സെയിം ഷേപ്പ് മാച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് സർക്കിൾ സർക്കിളിലോട്ട്, സ്ക്വയർ സ്ക്വയറിലേക്ക്, റെക്ടാങ്കിൾ റെക്ടാങ്കിളിലേക്ക്, ട്രയാങ്കിൾ ട്രയാങ്കിളിലേക്ക്, സ്റ്റാർ സ്റ്റാറിലേക്ക്, ഇങ്ങനെ സെയിം ഷേപ്പിലേക്ക് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. ഐഡന്റിഫൈ ദ ബോഡി പാർട്സ്. ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അവർക്ക് ഇതുപോലെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ചോദിച്ചിട്ട് ഇത് എന്താണ്? ഹെഡ്, അടുത്തത് ഹെയർ, ഐസ്, ഇയേഴ്സ്, അങ്ങനെ ഐസിന്റെയും ഇയേഴ്സിന്റെ പിക്ചർ ഒക്കെ സെപ്പറേറ്റ് ചോദിക്കും. അപ്പൊ അത് എന്താണെന്ന് അവര് ഐഡന്റിഫൈ ചെയ്ത് പറയണം. അതിനർത്ഥം എല്ലാ ബോഡി പാർട്സും, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ ബോഡി പാർട്സും അവര് പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ. ഓറഞ്ച് ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ എന്ന്? ഫ്രൂട്ട് അല്ലേ? ഓക്കെ. വി ഗെറ്റ് മിൽക്ക് ഫ്രം കാറ്റ് ഓർ ഹെൻ. അയ്യോ, കാറ്റ് അല്ല കേട്ടോ, സോറി, കൗ ആണേ. വി ഗെറ്റ് മിൽക്ക് ഫ്രം കൗ ഓർ ഹെൻ. കൗവിന്റെ കയ്യിൽ നിന്നാണോ ഹെന്നിന്റെ അടുത്ത് നിന്നാണോ മിൽക്ക് കിട്ടുന്നത്? കൗ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഹാവ് ഡാഷ് ഐസ്. എത്ര ഐസ് ഉണ്ട്? 2 ഐസ്. ഐ ഹാവ് ഡാഷ് ലെഗ്സ്. എത്ര ലെഗ്സ് ഉണ്ട്? 2. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും, അവർ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്തത് ഐ ഹാവ് ഡാഷ് ഇയേഴ്സ്. 2. ഐ ഹാവ് ഡാഷ് മൗത്ത്. 1. ഐ ഹാവ് ഡാഷ് ഫിംഗേഴ്സ്. 10. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അടുത്തത് വാട്ട് ഈസ് ദ നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ. നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഒരു ആൻസർ പറയണം, മാംഗോ. അടുത്തത് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് അവര് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോ ഇതിൽ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്, നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണെന്ന് അവർ പറയണം. ട്രീ ലിവിങ് തിങ് ആണ്, കാരണം വെള്ളം കുടിക്കും, വളരും. അതുപോലെ അതിന് കുട്ടികൾ ഉണ്ടാവുന്ന പോലെ തന്നെ ചെറിയ ചെടികളും ഉണ്ടാവുമല്ലോ. അപ്പോ അതിനെയാണ് ലിവിങ് തിങ്സ് എന്ന് പറയണത്. അടുത്തത് പാറ. പാറ നോൺ ലിവിങ് തിങ് ആണ്, വളരൂല, വെള്ളം കുടിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അവര് തരം തിരിച്ച്
പറയണം. അപ്പോ നെയിം ദ ഫ്രൂട്ട്സ് എന്ന് കുറച്ച് ഫ്രൂട്ട്സിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പോ പടം വരച്ച് കാണിക്കുന്നില്ല, ടെക്സ്റ്റ് ഉണ്ട് കയ്യിൽ. അപ്പൊ ഞാനത് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതുപോലെ ഫ്രൂട്ട്സിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അവര് പറയണം. ആപ്പിൾ, ബനാന, മാംഗോ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട് ഏതൊക്കെയാണെന്ന് പറയണം. അത് അവരെ പഠിപ്പിച്ച ഫ്രൂട്ട്സ് ആയിരിക്കും. അപ്പൊ അത് അവര് പറയണം. അടുത്തത് ഇതുപോലെ തന്നെ വെജിറ്റബിൾസും ചോദിക്കും. അപ്പൊ അത് അവര് ആ പിക്ചർ നോക്കിയിട്ട് വെജിറ്റബിൾസും പറയണം. ഓക്കെ, അപ്പോ ഇത്രയും അതായത് പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ ഇതുപോലെ ഇതല്ല കേട്ടോ, ഇത് ഓക്കെ. ഇതുപോലെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ക്യാറ്റ് ആണെങ്കിൽ കിറ്റൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് അതിന്റെ ബേബീസിനെ മാച്ച് ചെയ്യാം. കൗവിന്റെ ബേബിയിലേക്കും, ഡോഗിന്റെ ബേബിയിലേക്കും, ഹോഴ്സിന്റെ ബേബിയിലേക്കും, എലിഫന്റിന്റെ ബേബിയിലേക്കും നമ്മളത് മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ മാച്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സർക്കിൾ ചെയ്യാനായിരിക്കും, ബേബീസിനെ സർക്കിൾ ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി, ചിത്രം വരപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ മതി. സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും വന്നേക്കണത്. കണ്ടോ, അതിന്റെ ബേബി അമ്മയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേതില് അമ്മ ബേബിയിലേക്കായിരുന്നു. ഇത് ബേബീസ് അമ്മയിലേക്ക് മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കണത്. അപ്പൊ നിങ്ങളത് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് EVS വരത്തുള്ളൂ. കാരണം ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ്. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ അതിന്റെ സ്മോൾ ലെറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ഇപ്പോ ക്യാപിറ്റൽ A സ്മോൾ എയിലേക്ക്, ക്യാപിറ്റൽ B സ്മോൾ ബിയിലേക്ക്, ക്യാപിറ്റൽ C സ്മോൾ സിയിലേക്ക്, ക്യാപിറ്റൽ D സ്മോൾ ഡിയിലേക്ക്, ക്യാപിറ്റൽ E സ്മോൾ ഇയിലേക്ക്, ഇങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്യാപിറ്റൽ എയും സ്മോൾ എയും അതുപോലെ എവിടെ വരെയാണോ പഠിപ്പിച്ചേക്കുന്നത് അവിടെ വരെയും അറിഞ്ഞാൽ മാത്രമായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ആൽഫബറ്റ്സ്. ഈ ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് D ആണ്. ADCEB ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ അറേഞ്ച് ചെയ്തിപ്പിക്കുക, അറേഞ്ച് ചെയ്ത് എഴുതാം. അതെന്ന് വെച്ചാൽ ABCDE ഇങ്ങനെ അവരത് അറേഞ്ച് ചെയ്ത് എഴുതണം. അത്രേ ഉള്ളൂ അത്. അടുത്തത് റൈറ്റ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫ്രം A to I വരെ എഴുതാം. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, D, E, F, GHI. നിങ്ങളുടെ കുട്ടീനെ എത്ര സ്പെല്ലിംഗ് വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെ ആയിരിക്കും ചോദിക്കുന്നത്. അതുവരെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിന്റെ താഴെ സ്മോൾ ലെറ്റേഴ്സ് എവിടെ വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ വരെ കുട്ടികൾ എഴുതണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും എഴുതണം, സ്മോൾ ലെറ്ററും എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ. കറക്റ്റ് ലെറ്റർ സർക്കിൾ ചെയ്യുക. ഫിഷിന്റെ കറക്റ്റ് ലെറ്റർ ഏതാ? F, ആപ്പിളിന്റെ A, കാറിന്റെ C. ഇങ്ങനെ കറക്റ്റ് ലെറ്റർ അവര് സർക്കിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സെയിം ലെറ്റർ. അതായത് H കൊടുത്തിട്ടുണ്ട്, ആ സെയിം ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യാനോ ടിക്ക് ചെയ്യാനോ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് ചെയ്തു കൊടുക്കണം. മിസ്സുമാര് ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. അപ്പൊ ആൻസർ അവർ അതുപോലെ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ ലോവർ കേസ് ലെറ്റർ. അതായത് ക്യാപിറ്റൽ A ആണെങ്കിൽ അതിന്റെ സർക്കിൾ ലോവർ കേസ് സ്മോൾ a ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യാം. അടുത്തത് D, B ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അത് പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് മാച്ച് ദ കറക്റ്റ് ബിഗിനിങ് ലെറ്റർ. കറക്റ്റ് ബിഗിനിങ് ലെറ്റർ മാച്ച് ചെയ്യാനാണ്. ഇപ്പൊ ആരോ ആണിത്. ആരോടെ ബിഗിനിങ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. ഇതൊക്കെ മിസ്സുമാര് അവരെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒന്നും പഠിപ്പിക്കാതെ ഒന്നും ഇരിക്കൂല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അവർ അറിഞ്ഞിരിക്കണം. ഫിഷിന്റെ F ആണ്, ക്യാറ്റിന്റെ C. അപ്പൊ അവരത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് സർക്കിൾ ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് സർക്കിൾ ചെയ്യാം. D അല്ലേ ഓഡ് വൺ. അടുത്തത് C, അടുത്തത് E. ഇങ്ങനെ ഓട് വൺ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എല്ലാം സെയിം ആണ്. ഇത് മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നുള്ളൂ. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മാത്രം സർക്കിൾ ചെയ്യാനായിട്ട് അവര് പഠിക്കണം.
അടുത്തത് റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. ഇതിൽ മിസ്സിംഗ് ലെറ്റർ എഴുതാനായിട്ടാണ്. ഏതൊക്കെയാണ്? ബി, സി, ഡി കഴിഞ്ഞ ഇ, എഫ് കഴിഞ്ഞ ജി, അടുത്തത് എച്ച്, ഐ, സ്മോൾ ലെറ്ററിൽ ബി, സി കഴിഞ്ഞ ഡി, എഫ്, ജി, എച്ച്, ഐ, അങ്ങനെ അത് എഴുതി കൊടുക്കണം അവര്. അടുത്തതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അവരെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് അവർ ചോദിക്കും, ഓറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, അത് അവർ പറയണം. അപ്പൊ ഏകദേശം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രാട്ടോ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കുട്ടികളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഒരു 2-3 വട്ടം സ്പെല്ലിംഗ് മാറ്റി 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 അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എന്നാലാണ് അവരത് പഠിക്കത്തുള്ളൂ. അപ്പോ ഓണം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. മാത്രമല്ല ഉടനെ തന്നെ അടുത്ത EVS, മാത്സ്, മലയാളം ഇതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LKG കുട്ടികളുടെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയാനായിട്ട് പോകുന്നത്, CBSE കുട്ടികളുടെ. അപ്പോൾ ഈ മോഡലിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് വിട്ടാൽ മതി, അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുട്ടികളെ ആ ഈ വരെ ആയിരിക്കും ഓണം എക്സാമിന് അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് കുട്ടികളെ എഴുതാനായിട്ട് പഠിക്കണം. ഈ അത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ ഹിന്ദിയിൽ തന്നെ ഒരു വേർഡും അതിന്റെ മീനിങ്ങും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതും അവര് അറിഞ്ഞിരിക്കണം. ഇപ്പോ ആണെങ്കിൽ ആസെ അനാർ, മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഇത് തന്നെയായിരിക്കും കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആസെ അനാർ, അനാർ മീൻസ് പോംഗ്രനേറ്റ്. അപ്പോ ഇത് അവര് പറയാൻ പഠിച്ചിരിക്കണം, എഴുതാനല്ല കേട്ടോ, പറയാൻ പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ, അവരത് പറയാൻ പഠിച്ചാൽ മതി. ഈ എഴുതാൻ പഠിച്ചിരിക്കണം കേട്ടോ, ഇത് അവർ പറയാൻ പഠിച്ചിരിക്കണം. അടുത്തത് ആസെ ആം, മീൻസ് മാംഗോ, മീൻസ് മാംഗോ. അടുത്തത് ഈസെ ഇംലി, ഇംലി മീൻസ് ടാമറിൻഡ്. ഈസെ ഈക്ക്, ഈക്ക് മീൻസ് ഷുഗർ കെയിൻ. അപ്പോ ഇത് അവര് പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ മിസ്. അപ്പൊ അത് അവരെ ഒന്ന് ജസ്റ്റ് പറയാൻ പഠിപ്പിച്ചാൽ മാത്രം മതി. അടുത്തത് ഇപ്പോ ആസെ അനാർ പഠിച്ചല്ലോ, ഇതാണ് അനാർ, അതായത് പൊമഗ്രാനൈറ്റ്. ആ പൊമഗ്രാനൈറ്റിന്റെ ആദ്യത്തെ അക്ഷരം, അതായത് അനാറിന്റെ ആദ്യത്തെ അക്ഷരം അത് ടിക്ക് ചെയ്യാനോ കളർ ചെയ്യാനോ ഒക്കെ ആയിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോ അത് ചെയ്തു കൊടുക്കണം അവര്. അടുത്തത് ആം, അക്ഷരം ആ. അടുത്തത് ഇംലി, ഇംലിയുടെ അക്ഷരം ഇ. അടുത്തത് ഈക്ക്, ഈക്കിന്റെ അക്ഷരം ഈ. അപ്പോൾ അത് അവര് ടിക്ക് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ആ സർക്കിൾ കളർ ചെയ്യാനോ പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് അവര് അറിഞ്ഞിരിക്കണം. അടുത്തത് ആ തൊട്ട് ഈ വരെ എഴുതാൻ, അത് എഴുതാനായിട്ട് അവര് അറിഞ്ഞിരിക്കണം. അടുത്തത് ആദ്യത്തെ അക്ഷരം, അതായത് അനാറിന്റെ ആദ്യത്തെ അക്ഷരം അത് അവർ ആ കോളത്തിലോട്ട് എഴുതണം. അടുത്തത് ഏതാ ആം, അതിന്റെ അക്ഷരം ഇംലിയുടെ അക്ഷരം ഈക്ക്, ഇതാ കോളത്തിലോട്ട് അവര് എഴുതി കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ചെയ്യാനാണ്. ആ അക്ഷരങ്ങളിലോട്ട് മാച്ച് ചെയ്യാൻ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അവര് പല മോഡലിലോട്ട് മറിച്ച് ഇട്ടേക്കണമെന്നുള്ളൂ. അത് പക്ഷെ അവര് ഇത് ചെയ്യണം. അനാറിന് മാച്ച് ചെയ്ത് കൊടുക്കാം, ആമിന് ആയിലോട്ട്, ഇംലിക്ക് ഈലോട്ട്, ഈക്കിന് ഈലോട്ട്, അത് അവരത് മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് ഈ നന്നായിട്ട് അറിയണം. പിന്നെ അതുപോലെ അതിന്റെ അനാറ്, ആമ്, ആ മീനിങ് ഒക്കെ അവര് അറിഞ്ഞിരിക്കണം. അടുത്തത് അക്ഷരങ്ങളിലോട്ട്, ഹിന്ദി അക്ഷരങ്ങളിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. ആലോട്ട്, ആലോട്ട്, ഈലോട്ട്, ഈലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം അക്ഷരം ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് ചിലപ്പോ കളർ ചെയ്യാനായിരിക്കും കേട്ടോ ചോദിക്കുന്നത്. ഇത് ഇവിടെ ഇവിടെ, അതങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടില്ല. ഇനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ അക്ഷരം മാത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ, അനാറിന്റെ. അപ്പോ അതിവിടെ എഴുതാം, അനാർ, ആം,
ഇവിടെ ഇംലി, ഈ, ഈക്ക് സെയിം തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അവർ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ മോഡൽസ് ചെയ്ത് പഠിപ്പിച്ചാലാണ് അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളത് ചെയ്ത് പഠിപ്പിക്കാം. അടുത്തത് സിമ്പിൾ ആണ്. ആ അക്ഷരം കൊടുത്തിട്ടുണ്ട്, അത് ഇതില് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അത് അവര് ഇതിന്റെ ഉള്ളിൽ കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്തതും ആ, അതിവിടെ കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് അവർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും, ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ. പക്ഷെ അത് അവർക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഈ വരെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ മീനിങ് അവരെന്തായാലും പഠിക്കണം. ആസി അനാർ, അനാർ മീൻസ് പൊമഗ്രാനേറ്റ്. ആസി ആം, ആ മീൻസ് മാംഗോ. അത് അവരെന്തായാലും പഠിച്ചിരിക്കണം. എന്നാലും ഇതൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ നാളെ ഞാൻ ഇടാൻ പോകുന്നത്, ഓക്കെ നാളെ ഞാൻ സോറി ഇനി ഞാൻ ഉണ്ടല്ലോ സയൻസ്, നമ്മുടെ സയൻസ് ഉണ്ടല്ലോ, അത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇല്ല. അപ്പൊ ഞാൻ ഇത് തന്നെ പറയാം. അതിൽ അവർ ചോദിക്കാനായിട്ട് പോണത് പാർട്സ് ഓഫ് ദ ബോഡി, ബോഡി പാർട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഹെയർ, ഹെഡ്, ഐസ്, നോസ്, ഇയേഴ്സ്, ലിപ്സ്, ഹാൻഡ്, ഫിംഗേഴ്സ്, അങ്ങനെ കുറെ ബോഡി പാർട്സ് ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും കുറച്ച് അവർ പറഞ്ഞാൽ മതി. അവരെ പഠിപ്പിച്ചിട്ടുള്ളത് കുറച്ച് പറയാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടാവും, വെജിറ്റബിൾസ് തന്നിട്ടുണ്ടാവും. അത് തരം തിരിച്ച് എഴുതാൻ ആ പിക്ചേഴ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതില് അവര് ഫ്രൂട്ട്സ് ഒരു സൈഡും വെജിറ്റബിൾസ് ഇങ്ങനെ രണ്ട് സൈഡായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് അവര് സോർട്ട് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പിക്ചർ ഒന്ന് വട്ടം വരയ്ക്കാനോ ആ ഒരു മോഡലായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതാനായിരിക്കും. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ളത്, വളരാൻ സാധിക്കുന്നത്, കുട്ടികൾ ഉണ്ടാവുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്, അതിൽ മരവും ചെടിയും ഒക്കെ ഉൾപ്പെടും കേട്ടോ ലിവിങ് തിങ്സിൽ. പിന്നെ വരുന്നത് നോൺ ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സിൽ ഇപ്പൊ ടെഡിബിയർ, തൊപ്പി, മേശ, കസേര, അങ്ങനെ ശ്വസിക്കാനോ കുട്ടികൾ ഉണ്ടാവാനോ അതുപോലെ വളരാനോ സാധിക്കാത്ത സാധനങ്ങളെയാണ് നമ്മൾ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവർ പഠിക്കുക. പിന്നെ പിക്ചേഴ്സ് തന്നിട്ട്, ഇപ്പോൾ കൗവിന്റെ പിക്ചർ തന്നിട്ട് അതിന്റെ കുട്ടി കാഫിന്റെ പിക്ചർ തൊട്ടപ്പുറത്തേല് അതായത് മാച്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ കൗവിനെ അതിന്റെ കുട്ടിയിലോട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ ഡോഗ് തന്നിട്ട് അത് ഡോഗിന്റെ പപ്പിയിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ മാച്ചിങ് ആയിട്ട് വരാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ സയൻസിൽ വരത്തുള്ളൂ. അതില് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എഴുതാനായിട്ടുള്ളതില്ല, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ മോഡലിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നാളെ മുതൽ ഞാൻ ചെയ്യിപ്പിച്ച മോഡൽസിന്റെ, അതായത് ഇപ്പോൾ ഞാൻ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനലിൽ കയറിയിട്ട് ബാക്കിയുള്ളത് കാണാം. അപ്പൊ നാളെ നമ്മുടെ തിങ്കളാഴ്ചയാണ്, മൺഡേ തൊട്ട് ഞാൻ സെയിം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വേറെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതെല്ലാം കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കുട്ടികൾ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തിയിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.